പുണ്യ ശഅബാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം ഇതൊരു അത്ഭുത മുഹൂർത്തമാണ്. കാരണം എന്താ, ഈ ശഅബാൻ എന്ന് പറഞ്ഞാൽ അത് ഷഹ്റു സ്വലാഹ്, സ്വലാത്തിൻ്റെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്തിൻ്റെ മാസമാണ്. അതുപോലെ വെള്ളിയാഴ്ചയാണെങ്കിലോ യൗമുസ്സലാഹ്, ഇത് സ്വലാത്തിൻ്റെ ദിവസവുമാണ്. അപ്പോൾ സ്വലാത്തിൻ്റെ മാസവും സ്വലാത്തിൻ്റെ ദിവസവും ഒരുമിച്ച് ചേരുന്ന അതിവിശിഷ്ടമായ സമയം. മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരത്ഭുത സ്വലാത്ത് ഞാനെന്ന് പഠിപ്പിച്ചു തരാം. അതായത് ദുനിയാവിലെയും ആഖിറത്തിലെയും മുഴുവൻ നന്മകളും മുഴുവൻ അനുഗ്രഹങ്ങളും നേടിത്തരുന്ന സ്വലാത്ത് എന്നാണ് ആ സ്വലാത്തിൻ്റെ പേര് തന്നെ. അതേതാണെന്ന് നമുക്ക് പഠിക്കാം. ദുനിയാവിലെയും ആഖിറത്തിലെയും മുഴുവൻ അനുഗ്രഹങ്ങളും നേടിത്തരുന്ന സ്വലാത്ത്. ഈ സ്വലാത്ത് വളരെ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് എല്ലാം എന്തും നടക്കും. രോഗങ്ങൾ മാറും, അള്ളാൻ്റെ കാരുണ്യം ലഭിക്കും, ഭർത്താവിനെ നന്നാക്കാം, മക്കളെ നന്നാക്കാം, അങ്ങനെ തുടങ്ങി എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടോ, സിഹറുവാത്തിലാകണോ, എത്ര വലിയ പ്രയാസവും അള്ളാഹു നീക്കിത്തരാൻ ഈ സ്വലാത്ത് മതി. മനസ്സറിഞ്ഞ് നമുക്കൊന്ന് ചൊല്ലിയാലോ, പഠിച്ചാലോ? മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയെത്ര ദുആ വസിയ്യത്തുകളാണല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളിൽ പല ആളുകളും പൊതുപരീക്ഷ എഴുതാൻ പോവാൻ. അള്ളാഹു ഉന്നത വിജയം നൽകട്ടെ. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയുമുള്ള മക്കളാക്കി അള്ളാഹു മാറ്റി തീർക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരുപാട് സങ്കടങ്ങൾ, അസുഖബാധിതർ, പ്രയാസങ്ങൾ നേരിടുന്നവർ, ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബറക്കത്തുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരട്ടെ. ഈ സദസ്സിൽ പങ്കെടുക്കുന്നതിൻ്റെ ബറക്കത്തുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെല്ലാം മാറ്റി സമാധാനം അള്ളാഹു നിറച്ചു നൽകട്ടെ. അപ്പോഴേ ഇന്ന് ഒരു അത്ഭുത മുഹൂർത്തമാണിത്. കാരണം എന്താ, ഇത് സ്വലാത്തിൻ്റെ മാസമാണ്, അതുപോലെ സ്വലാത്തിൻ്റെ ദിവസമാണ് ഇന്ന്. അപ്പോൾ സ്വലാത്തിൻ്റെ മാസവും ദിവസവും കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു നിമിഷം, അതെത്രമേൽ അനുഗ്രഹമാണ് അല്ലേ. എന്താ സ്വലാത്തിൻ്റെ പ്രത്യേകത തന്നെ, അതുപോലൊരു അമൽ വേറെ ഉണ്ടോ? പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ സ്വലാത്ത് ഇങ്ങനെ നേരിട്ട് കാണും. എൻ്റെ മാസം എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞ മാസം, സ്വലാത്ത് നേരിട്ട് കാണുമെന്ന് പറയപ്പെട്ട ദിവസം, ഈ രണ്ട് ദിവസത്തിൻ്റെയും മാസത്തിൻ്റെയും സംഗമ സമയം. നമ്മുടെ സ്വലാത്തിന് വലിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ സങ്കടങ്ങളെല്ലാം മാറ്റും, നമ്മുടെ മനസ്സ് അല്ലാഹു സമാധാനത്തിലാക്കും. വേണ്ട നമുക്ക് ആ സ്വലാത്ത്. ഞാനിന്ന് നിങ്ങൾക്കൊരു അത്ഭുതം നിറഞ്ഞ സ്വലാത്ത് പറഞ്ഞു തരാൻ. സിമ്പിളായ സ്വലാത്താണ് ഈ സ്വലാത്ത്. ദുനിയാവിലെയും ആഖിറത്തിലെയും മുഴുവൻ അനുഗ്രഹങ്ങളും നേടിത്തരുന്ന സ്വലാത്താണെന്നാണ് ഇതിൻ്റെ പേര് തന്നെ. സ്വലാത്തുൽ ഇൻആം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സ്വലാത്തുൽ ഇൻആം. സ്വലാത്തുൽ ഇൻആം മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിയാൽ അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങൾ എത്രയാണെന്നറിയോ? ചെറിയ സ്വലാത്തുകൾ, സെക്കൻഡുകൾ മതി. അള്ളാഹു റബ്ബുൽ ആലമീൻ ചൊല്ലാൻ, ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ, അതിലൂടെ അതിൻ്റെ ഫലം ആസ്വദിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇത് ഓതിക്കഴിഞ്ഞാൽ കിട്ടുന്ന മഹത്വം എന്ന് പറഞ്ഞാൽ അതിന് കണക്ക് പറയാൻ പറ്റില്ല എന്നാണ്. കണക്കില്ലാത്ത പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് ലഭിക്കും. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ഇത് ഓതുമ്പോൾ ചില പ്രത്യേകതകൾ കൂടെ ഉണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ഏതാണെന്ന് പഠിക്കാം അല്ലേ. അപ്പോൾ ഈ സ്വലാത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഏത് സ്വലാത്താണെങ്കിലും അല്ലാഹ് ഉറപ്പായിട്ടും സ്വീകരിക്കും അല്ലേ. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മറ്റു ഇബാദത്തുകൾ പോലെയൊന്നുമില്ല. തമാശക്ക് ചൊല്ലിയാൽ പോലും അള്ളാഹു സ്വീകരിക്കുന്ന ഇബാദത്താണ്. മാത്രമല്ല അതാർക്കും വീതിച്ചു കൊടുക്കൂല. സ്വലാത്ത് നീ ചൊല്ലിയത് നിനക്കുള്ളതാണ്. നീ നമീമത്തും അയ്ബത്തൊക്കെ ആയിട്ട് അള്ളാൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് നിസ്കാരം പോലും വീതിച്ചു കൊടുക്കുന്ന സമയത്ത് വീതിക്കപ്പെടാതെ പോകുന്നൊരു കർമ്മം ഉണ്ടെങ്കിൽ അത് സ്വലാത്ത് മാത്രമാണ്. അസ്സലാത്തു അലൻ നബി കുല്ല വഖ്തിൻ ദായിമാ ലാഹ നജ്മുൻ ഫിസ്സമാ സയ്യിദി ഖൈറൻ നബി. അതെൻ്റെ മുത്തിൻ്റെ സ്വലാത്താണ്. ഒരു വല്ലാത്ത പ്രണയത്തോടുകൂടെ സ്വലാത്ത് ചൊല്ലണം. അതേത് സ്വലാത്തും അല്ലേ. കാമുകിയുടെ പേര് പറയുമ്പോൾ കാമുകന് കിട്ടുന്ന ഒരു ഹർഷം, ഒരു സന്തോഷം അല്ലേ. അവൻ്റെ രോമം പോലും ചിലപ്പോൾ ഇങ്ങനെ നീട്ടി നിൽക്കും. മദീനയിലെ നമ്മുടെ പ്രണയഭാജനം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തുനബിയുടെ പേര് പറയുമ്പോൾ പോലും ഖൽബിലൊരു വല്ലാത്ത തിളക്കം, ജീവിതത്തിൽ ഒരു വല്ലാത്ത അനുഭൂതി. അത് പ്രണയത്തോടെ പറയുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒന്നാണ്.
ആ പ്രണയത്തിലായി ജീവിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. അപ്പോൾ ഈ സ്വലാത്തിൻ്റെ കുറച്ച് പ്രത്യേകതകൾ നമുക്കൊന്ന് പഠിക്കാം. ഒന്നാമതായി പാപങ്ങൾ പൊറുക്കപ്പെടും. ഷഅബാൻ എന്ന് പറഞ്ഞാൽ പാപം പൊറുപ്പിക്കേണ്ട ഒരു മാസം തന്നെയാണ്. കാരണം പാപം പൊറുക്കപ്പെടാത്തൊരു മനുഷ്യന് ഷഅബാൻ കിട്ടൂല. ഈ പാപങ്ങളൊന്നും പൊറുക്കാതെ റമദാനിലേക്ക് കടന്നു ചെന്നിട്ട് നമ്മൾ എന്ത് കേടാനാ? റമദാനിൽ നമ്മൾ വിളവെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ഷഅബാനിൽ ധാരാളം സ്വലാത്ത് ചെല്ലണം. അക്കൂട്ടത്തിൽ സ്വലാത്തുൽ ഇൻആം, ഈ ചെറിയ സ്വലാത്ത് ചൊല്ലുമ്പോൾ അത് നമ്മുടെ പാപങ്ങളെ പൊറുപ്പിക്കും. പാപങ്ങൾ പൊറുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായി നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കും. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. രണ്ടാമതൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വലാത്ത് ടെൻഷൻ ഇല്ലാതാക്കും. ടെൻഷൻ ആരാ തരുന്നത്? അള്ളാഹുവാണ്. അതിന് കാരണങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ആരത് മാറ്റി തരുന്നത്? അള്ളാഹു തന്നെ. അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ഹബീബിനെ പ്രണയിച്ചുകൊണ്ട് നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ടെൻഷൻ അങ്ങനെ അലിയിച്ച് കളയും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മോനെ നീ സ്വലാത്ത് ഇങ്ങനെ അധികരിപ്പിച്ചോ. ആ അധികരിപ്പിക്കുമ്പോൾ ടെൻഷൻ ഇല്ലാതാകും. മറ്റൊരു പ്രത്യേകത എന്താണ്? സാമ്പത്തികമായ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു അങ്ങ് മോചനം തരും. കടം കൊണ്ട് വലയുന്ന എത്ര പേരുണ്ട്? സങ്കടങ്ങൾ അനുഭവിക്കുന്നവർ, കച്ചവടം തകർന്നു പോയവർ, ജപ്തിയുടെ വക്കിൽ കിടന്ന് വല്ലാതെ നട്ടം തിരിയുന്നവർ, ഈ സ്വലാത്ത് ചൊല്ലിക്കോ, അള്ളാഹു കാവൽ തരും, അള്ളാഹു രക്ഷപ്പെടുത്തും. നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി അള്ളാഹു തരും. ചിലർ പറയും, ഉസ്താദന്മാർ ആഖിറത്തെക്കുറിച്ച് പറയണം. ആഖിറം മാത്രമല്ല, ദുനിയാവും പറയണം. റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന. ദുനിയാവിലെ ഹസനത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അല്ലേ? ഈ ദുനിയാവിലെ ഹസനത്ത് എന്തിനാ? അത് ആഖിറത്തെ നന്നാക്കാനാണ്. ആഖിറത്തെ മറക്കാനുള്ള സാമ്പത്തിക അഭിവൃദ്ധിയല്ല നമുക്ക് വേണ്ടത്. അള്ളാഹിനെ മറക്കാത്ത ഐശ്വര്യം കിട്ടണം. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ മറ്റൊരു പ്രത്യേകത എന്താ? കൽബ് ശുദ്ധിയാകും. കൽബ് ശുദ്ധിയാകാൻ സ്വലാത്ത് മതി എന്നാണ്. ഈ കൽബ് ശുദ്ധിയായാൽ എന്താണ്? സമാധാനം എന്നേ. മാത്രമല്ല ശുദ്ധിയായ കൽബിലെ അള്ളാഹിനെ കാണാൻ പറ്റൂ. അള്ളയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ. അള്ളയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. അള്ളാനെ കൊള്ളാൻ പറ്റണമെങ്കിൽ കൽബ് ശുദ്ധിയാകണം. മനസ്സിലായോ? ആ കൽബ് ശുദ്ധിയാക്കാൻ ഈ സ്വലാത്ത് ധാരാളം ചൊല്ലണേ. മറ്റൊരു പ്രത്യേകത മുറാദുകൾ ഹാസിലാകാനാണ്. ചിലർ കമൻ്റ് ഇട്ട്, ഉസ്താദ് എൻ്റെ കെട്ടിയോനൊന്ന് നന്നായി കാണണം, സിഹർ വാത്തിലാകണം, എന്തോരം പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ ഒരു സഹോദരൻ്റെ കമൻറ്റ് എല്ലാ വീഡിയോസിൻ്റെയും ചോടെ കാണും. ഇൻസ്റ്റ ഇല്ലാത്ത, അങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അള്ളാഹു അദ്ദേഹത്തിന് നല്ലൊരു ഇണയെ കൊടുക്കട്ടെ. ഇൻസ്റ്റ ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചതുകൊണ്ടോ ഒന്നും പ്രശ്നമല്ല. ഇൻസ്റ്റ ഇല്ലാത്ത എല്ലാവരും നല്ലവരാണെന്ന് പറയാനും പറ്റില്ല. ഇൻസ്റ്റ ഉണ്ടെങ്കിലും ഇൻസ്റ്റ ഇല്ലെങ്കിലും സ്വാലിഹത്തായൊരു പെണ്ണിന് വേണ്ടി ദ്വാരക്കാം. അല്ലാണ്ട് ഇൻസ്റ്റ ഇല്ലാത്ത പെൺകുട്ടിന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. മനസ്സിലായോ? ഇൻസ്റ്റ ഇല്ലാത്ത എല്ലാവരും നല്ലവരാണോ? അല്ലെങ്കിൽ ഇൻസ്റ്റ ഉള്ളവരൊക്കെ മോശക്കാരാണോ? അങ്ങനെയാണോ? ഇൻസ്റ്റ സോഷ്യൽ മീഡിയ അതൊന്നും അല്ലാത്ത വിഷയം. ഇതൊക്കെ നന്നായി കൈകാര്യം ചെയ്യുന്നവരാണ്. ഇൻസ്റ്റ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്വാലിഹത്തായൊരു പെണ്ണിന് വേണ്ടി നോക്കുക. അള്ളാഹു എളുപ്പാക്കി തരട്ടെ. ഈ സ്വലാത്ത് ധാരാളം ചൊല്ലിക്കുക. അള്ളാഹു എന്ത് മുറാദാണെങ്കിലും, കടമാകട്ടെ, മക്കളുടെ വിവാഹമാകട്ടെ, മക്കൾ നന്നാകണം എന്നാകട്ടെ, സിഹർ ബാത്തിലാകാനാകട്ടെ, ഏത് മുറാദ് നടത്തി തരുന്ന സ്വലാത്താണ്. മറ്റൊരു പ്രത്യേകത, ആറാമത്തേത്, ഇത് ഇജാബത്തുണ്ട് ദുആഇന്. ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം തരും. ഇത് അനുഗ്രഹങ്ങളുടെ സ്വലാത്താണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിക്കുന്നിടത്തോളം അള്ളാഹു അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. അതിന് കാരണം ചൊല്ലേണ്ടതുപോലെ ചൊല്ലണം, ചോദിക്കേണ്ടതുപോലെ ചോദിക്കണം. അതുപോലെ മറ്റൊരു പ്രത്യേകത, ഏഴാമത്തേത്, മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത്. അല്ലേ? മഹ്ശറാ മണ്ണിൽ അണയും നേരത്ത് കൈവേടിയല്ലേ യാ നബി, മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നൂരത്തോരാണെൻ്റെ വാരിദി. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തുനബിയുടെ മനോഹരമായ സ്വലാത്ത് ചൊല്ലിയാൽ ശഫാഅത്ത് ഉറപ്പാണ്. മുത്തുനബിയുടെ ശഫാഅത്ത് നാളെ മഹ്ശറിൽ ഇങ്ങനെ വിയർപ്പിൽ മുങ്ങി കുളിച്ച് നിൽക്കുമ്പോഴേ ഉമ്മ, വാപ്പ, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താവ്, ഭാര്യ, അവരൊക്കെ ഉണ്ടാവും. കണ്ടാൽ മിണ്ടൂല. നമ്മൾ മിണ്ടൂലല്ലോ. നമ്മുടെ ഉമ്മാനെ കണ്ടാൽ നമ്മൾ മിണ്ടൂല. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ജീവനല്ലേ. ആ കുഞ്ഞുങ്ങളിങ്ങനെ വേദനിച്ച് നിലവിളിച്ച് ഇങ്ങനെ അട്ടഹസിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് കാണാതെ നമ്മുടെ കാര്യത്തിലേക്ക് മാത്രം നോക്കും.
ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയുടെ കാര്യം പോലും നോക്കൂല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ ആരും ചിന്തിച്ചു നോക്കിയേ. അത്ര ഭയാനകത നിറഞ്ഞ മഹ്ശറിൽ ചിലർക്കെൻ്റെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തുണ്ട്, മുത്തുനബിയുടെ ശഫാഅത്തുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ നീ അതിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ആ ശഫാഅത്തിന് സ്വലാത്ത് കാരണമാണ്. ആ സ്വലാത്തുകളിൽ വളരെ ശ്രേഷ്ഠതയുള്ളൊരു സ്വലാത്താണ് സ്വലാത്തുൽ ഇൻആം. അള്ളാഹു പതിവാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊരു പ്രത്യേകത മലക്കുകളുടെ പ്രാർത്ഥനയാണ്. മലക്കുകൾ ഇങ്ങനെ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. മലക്കുകൾ ദുആറുന്ന എത്ര വലിയ കൂലിയല്ലേ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 9-ാമത്തേത് അള്ളാഹുവിൻ്റെ സ്വലാത്ത് കിട്ടാൻ കാരണമാകും. മൻ സല്ല അലയ്യ സ്വലാ വാഹിദ, എൻ്റെ പേര് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി ബിഹ അശ്റ, അള്ളാഹുവിന് 10 കൊടുക്കും. നമ്മളൊരു സ്വലാത്തുൽ ഇൻആം ചൊല്ലുമ്പോൾ അള്ളാഹ് 10 സ്വലാത്ത് നമുക്ക് തരും. 10 ഗുണങ്ങൾ അള്ളാഹുവിൽ നിന്ന്. അള്ളാഹു ഇത് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. 10 രോഗങ്ങൾ മാറാൻ ഈ സ്വലാത്ത് ധാരാളം ചൊല്ലുക. എത്ര വലിയ രോഗമാണെങ്കിലും മരുന്ന് കഴിക്കേണ്ടെന്നല്ല കേട്ടോ, മരുന്നൊക്കെ കഴിക്കുക. ഈ സ്വലാത്ത് ധാരാളം ചൊല്ലുക. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് പൊതുപരീക്ഷയ്ക്കൊക്കെ നമ്മുടെ മക്കളിങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ ഈ സ്വലാത്ത് ധാരാളം ചൊല്ലുക. അവരോടും ചൊല്ലാൻ പറയും. എന്നിട്ട് ദ്വാരക്കുക. അള്ളാഹു നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച ദിവസമല്ലേ, കഹഫ് ഓതുക, അൽ കഹഫ് സൂറത്ത് ഓതുക, സ്വലാത്ത് ചൊല്ലുക, ദുആ ചെയ്യുക, ഇതിനൊക്കെ വലിയ പ്രത്യേകതയുള്ള സമയമാണ്. അപ്പോൾ ഈ സ്വലാത്ത് ഇന്ന് ധാരാളം ഏറ്റവും ചുരുങ്ങിയത് ഒരു 41 തവണയെങ്കിലും ഈ സ്വലാത്ത് എല്ലാ ദിവസവും പതിവാക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി അദദ ഇൻആമില്ലാഹി വഇഫ്ളാലിഹി. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും കുടുംബത്തിൻ്റെയും മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെയും ഔദാര്യങ്ങളുടെയും എണ്ണത്തോളം അനുഗ്രഹവും സമാധാനവും ബറക്കത്തും കൊടുക്കണേ പടച്ചോനെ. അതായത് നിൻ്റെ അനുഗ്രഹങ്ങൾ ലോകത്ത് എന്തൊക്കെയുണ്ടോ, നിൻ്റെ ഔദാര്യം എന്തൊക്കെയുണ്ടോ, അതിൻ്റെ എണ്ണം അനുസരിച്ച് നീ സ്വലാത്ത് ചെയ്യണേ എന്നാണ്. അപ്പോൾ അതിന് എണ്ണവും വണ്ണവും ഇല്ലാത്ത സ്വലാത്താണ്. കണക്കില്ലാത്തതല്ലേ അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾ. അത്രയും സ്വലാത്തിൻ്റെ മുത്തുനബിക്ക് കൊടുക്കണേ, അണമുറിയാതെ കൊടുക്കണേ അല്ലാ. ഒന്നുകൂടെ നോക്കിയേ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി അദദ ഇൻആമില്ലാഹി വഇഫ്ളാലിഹി. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ സ്വഭാവത്തിൽ മുടങ്ങാതെ കാണുന്നവരുണ്ട് അല്ലേ. മുടങ്ങാതെ കാണുന്നവർക്ക് ഈ ബന്ധം അള്ളാഹു നിലനിർത്തി തരട്ടെ. സ്വർഗീയ ലോകത്തൊരുമിക്കാൻ, കുടുംബസമേതം ഒരുമിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ചിലർ ഉസ്താദ് ലൈവിൽ കയറാൻ പറ്റിയില്ലെങ്കിലും സ്വഭാവലേർ കാണാതെ ഉറക്കമുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കൃത്യമായി സ്വഭാവലേർ എപ്പോഴെങ്കിലും കണ്ടു തീർക്കുന്നവരുണ്ട്. അള്ളാഹുവേ നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം ഈ മനോഹരമായ സംഗമ നിമിഷം അല്ലേ, സ്വലാത്തിൻ്റെ മാസവും അതുപോലെ തന്നെ സ്വലാത്തിൻ്റെ ദിവസവും ഒരുമിച്ച് ചേരുമ്പോൾ ഇന്നവരൊക്കെ ഹദിയ ചെയ്യാം. നല്ലൊരു ഹദിയ നിങ്ങൾ നിയ്യത്ത് ചെയ്ത് ചെയ്തോ. അള്ളാഹു അതങ്ങ് ഏറ്റെടുത്താൽ തീർന്നില്ലേ നമ്മുടെ കാര്യമൊക്കെ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ. അള്ളാഹു അതിന് സമാധാനം തരട്ടെ. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. ലാസ്റ്റ് നമ്മൾ ചോദിച്ച ചോദ്യം ഏതാണ്? ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ, അഫ്ളലു ദിക്ർ ഏതാണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുപോലൊരു ദിക്ർ വേറെ ഇല്ലല്ലോ. അതിൻ്റെ വിശദീകരണമല്ലേ നമ്മൾ ആഴ്ചയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇന്നത്തെ ചോദ്യം, ലോകത്തുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ മുഴുവൻ വില എത്രയാണ്? അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ വില അതെത്രയാണ്? അതെന്താണെന്നാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതെന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബേ,
ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാ. പരിശുദ്ധമായ ശഅബാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം നിൻ്റെ മുത്ത് ഹബീബിൻ്റെ സ്വലാത്ത് പറയാൻ, ആ സ്വലാത്തിൻ്റെ മദ്ഹ് ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതൻ നീ കബൂൽ ചെയ്യണേ അല്ലാ. അവിടെ നിന്ന് അങ്ങ് മദീനയിൽ കിടന്ന് കണ്ട് സന്തോഷിക്കുന്ന സദസ്സാക്കണേ അല്ലാ. ഖൽബിൽ അവിടത്തോടുള്ള മഹബത്ത് തരണേ അല്ലാ. എത്രയെത്ര സങ്കടങ്ങളാണ് ഓരോരുത്തരും പറയുന്നത്. ഓരോ കമൻറ്റുകളും വായിക്കുമ്പോൾ പലതും കണ്ണുകൾ നിറയ്ക്കുകയാണ്. അള്ളാഹുവേ, നീ അവരുടെ കണ്ണീർ തുടക്കണേ അല്ലാ, സമാധാനം തരണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളിൽ പലരും ഇന്നും നാളെയും ഒക്കെയായിട്ട് പലവിധ എക്സാമുകൾ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ നാളെ പല കുട്ടികളും പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ്. എല്ലാവർക്കും ഉന്നത വിജയം നൽകണേ അല്ലാ. നീ കാവലേകണേ തമ്പുരാനെ, നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകണേ അല്ലാ. അതവുള്ള മക്കളാക്കണേ അല്ലാ, നന്നാക്കണേ അല്ലാ. ഇണകളെ നന്നാക്കണേ അല്ലാ. കുടുംബത്തിൽ ഐക്യം തരണേ അല്ലാ. എത്രയെത്ര അസുഖബാധിതരാൻ ഈ സ്വലാത്തിൻ്റെ ബറക്കത്തുകൊണ്ട് പരിപൂർണ്ണ ശിഫാ നൽകണേ അല്ലാ. യാ റബ്ബന ഞങ്ങളുടെ കടങ്ങൾ ഏറ്റെടുക്കണേ അല്ലാ. മക്കളെ നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ. ഇണകളെ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാ. വിവാഹം കഴിയാത്തവർക്ക് സ്വാലിഹീങ്ങളായ ഇണകളെ നീ പ്രദാനം ചെയ്യണേ അല്ലാ. അർഹമുറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. എപ്പോഴാണ് റബ്ബെ മരിക്കുന്നതെന്നറിയില്ല. ഈമാനെ സലാമത്താക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും കുടുംബസമേതം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.